ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ 7ാം ക്ലാസ്സിലെ മക്കളാണ്. നിങ്ങൾക്കറിയാം നാളെ നമ്മുടെ സോഷ്യൽ സയൻസ് എക്സാം എന്ത് ചെയ്യാൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ സോഷ്യൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമുക്കറിയാം നമ്മൾ ഇനി പോകാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലേക്കാണ്, 8ാം ക്ലാസ്സിലേക്കാണ്. 8ാം ക്ലാസ്സിന്റെ സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ഈ വർഷം ടെക്സ്റ്റ് ബുക്ക് മാറും അല്ലേ. ഈ വർഷം 8ാം ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്ക് മാറുന്നുണ്ട്. 7ാം ക്ലാസ്സിൽ ഓൾറെഡി മാറി, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മക്കളാണ് നിങ്ങൾ. അതേപോലെ തന്നെ നിങ്ങൾ 8ലെത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്ക് മാറുന്നുണ്ട്. ഒരുപാട് കണ്ടന്റുകൾ, ഉറപ്പുള്ള കാര്യമാണ്, ഒരുപാട് കണ്ടന്റുകൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ അധികമായി വരുന്നുണ്ട്. അതായത് നിലവിലുള്ള 8ാം ക്ലാസ്സിനേക്കാൾ കൂടുതൽ കണ്ടന്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇപ്പൊ തന്നെയാണ് നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കണ്ടന്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പഠിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നമുക്കൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള, ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ 10ാം ക്ലാസ്സിൽ നിലവിൽ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പൊ അത്തരത്തിലേക്ക് വലിയ കണ്ടന്റുകൾ നിങ്ങൾക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ കണ്ടന്റുകളാണ് 8ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, എൻ്റെ മക്കൾ പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ആ സമയത്ത് ഇതേപോലെ തന്നെ നിങ്ങൾ സ്വന്തം ഒറ്റയ്ക്ക് നിങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പോസിബിൾ ആയിക്കോണമെന്നില്ല. കാരണം അത്രയും കണ്ടന്റുകൾ നമുക്ക് പഠിക്കുക, കാരണം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഇല്ല. അപ്പോൾ അത്തരത്തിലേക്കൊക്കെ നിങ്ങൾക്ക് ആ സമയത്തൊരു എന്തായാലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് വളരെ ഈസി ആക്കി തരാൻ വേണ്ടി, നിങ്ങൾക്ക് വളരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇതേപോലെ തന്നെ സൈലത്തിന്റെ അടിപൊളി ഒരു ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, യോദ്ധ ബാച്ചാണ്. 8ാം ക്ലാസ്സിൽ യോദ്ധ ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് മക്കളെ. അപ്പോൾ യോദ്ധ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക്, ഒരു തുച്ഛമായ പൈസയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വർഷം അടിപൊളിയായിട്ട് പഠിക്കാം. സ്ട്രെസ് ഇല്ലാതെ, നിങ്ങൾക്ക് ഒരു തരത്തിലേക്കുള്ള സ്ട്രെസ്സോ ബുദ്ധിമുട്ടോ ഇല്ലാതെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആസ്വദിച്ച് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം എല്ലാ ആൾക്കാരും തന്നെ ഉടനെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കാരണം ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കുറേ ആളുകൾ ചേർന്നിട്ടുണ്ട്. മിക്കവാറും ഇതുപോലെ തന്നെ എന്താണ് ബാച്ച് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആവാനുള്ള സമയമാവുകയാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക, ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ യോദ്ധയിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ട് മക്കളെ 7ാം ക്ലാസ്സിനകത്ത് മാപ്സ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം ഈ ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സാങ്കേതികങ്ങളും. ഈ ചാപ്റ്ററിനകത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാമിന് വരാവുന്ന ചില ആക്ടിവിറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയാവുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങൾ നോക്ക്, പ്രധാനമായിട്ട് നമുക്ക് മാപ്സും അതേപോലെ തന്നെ ഗ്ലോബും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം, സം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബ്സ് ആൻഡ് മാപ്സ്. സം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബ്സ് ആൻഡ് മാപ്സ് ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ദ ലിസ്റ്റ് ദം ആസ് ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മാപ്സ്. മക്കളെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, കുറച്ച് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സുകൾ അവിടെ തരികയാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഗ്ലോബിന്റെയും അതേപോലെ തന്നെ പ്രധാനമായിട്ട് മാപ്പിന്റെയും നമ്മൾ എന്ത് ചെയ്യണം, അതിൽ സെപ്പറേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, നമ്മൾ ഇത് കണ്ടെത്തി എഴുതണം. അപ്പോൾ നിങ്ങൾ നോക്കണം എന്തൊക്കെയാണ് മാപ്പുമായി ബന്ധപ്പെട്ട്, ഭൂപടവുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്തൊക്കെയാണ്, ഗ്ലോബുമായി ബന്ധപ്പെട്ട് വരുന്നതൊക്കെ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കാം. ഇതിൽ ഫസ്റ്റ് 1 പോയിന്റ് വന്നത് റിയൽ ടൈം മോഡൽ ഓഫ് ദി എർത്ത് ആണ്. റിയൽ ടൈം മോഡൽ ഓഫ് ദി എർത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭൂമിയുടെ യഥാർത്ഥ മാതൃക. അപ്പോൾ മക്കളെ നമുക്ക് അതെല്ലാവരും അറിയാം, അതെന്ത് തന്നെയാണ്, അത് ഗ്ലോബ് തന്നെയാണ് അല്ലേ, ഗ്ലോബ് തന്നെയാണ്. അപ്പോൾ നമുക്ക് G എന്ന് കൊടുക്കാം, ഗ്ലോബ് എന്നാണ് അല്ലേ. അതുപോലെ നോക്ക് 2 ഡയമെൻഷണൽ ഇമേജ് ഓഫ് ദി എർത്ത് ആണ്. ഈ പറഞ്ഞ ദ്വിമാന ദൃശ്യമാണ് അല്ലേ, ഈ പറഞ്ഞ ഭൂമിയുടെ ദ്വിമാന ദൃശ്യമാണ്. അതെന്താണ്, മാപ്പാണ്, അത് മാപ്പാണ്. അതേപോലെ തന്നെ അടുത്ത് നോക്കണേ, ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണമാണ്. ഈ പറയുന്ന സ്ഫെറിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി എർത്ത്, അതിൻ്റെ എന്തെയാണ്, ഈ പറഞ്ഞ ഗ്ലോബാണ് അല്ലേ, ഗ്ലോബാണ്. അപ്പോൾ ഇത്തരത്തിലേക്ക് ഓരോന്നും പോയിന്റ് നമ്മൾ ഓരോന്നും ഈ പറഞ്ഞ ഗ്ലോബായിട്ടും അതേപോലെ തന്നെ മാപ്പായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. അങ്ങനത്തെ ചോദ്യങ്ങൾ എന്ത് ചെയ്യും, വരും. അപ്പോൾ നമുക്ക് ഈ ഗ്ലോബിന്റെയും മാപ്പിന്റെയും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. എന്തൊക്കെയാണ് ഈ ഗ്ലോബ് അതേപോലെ തന്നെ ഈ മാപ്പിന്റെയും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ആദ്യം തന്നെ പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഗ്ലോബ്, മാപ്പ്, ഇതൊക്കെ തമ്മിൽ വ്യത്യാസം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഗ്ലോബാണ്. മക്കളെ ഗ്ലോബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എല്ലാ മനസ്സിലേക്ക് എന്ത് ചെയ്യണം, ഗ്ലോബ് വരണേ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, പ്രധാനമായിട്ട് ഗ്ലോബ് എന്ന് പറഞ്ഞാൽ നോക്ക് മക്കളെ, ഈ പറഞ്ഞ ഭൂമിയുടെ ഈ പറയുന്ന യഥാർത്ഥ രൂപമാണ് ഇത് ഗ്ലോബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലെ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ നോക്കിയാൽ മതി, എ റിയൽ മോഡൽ ഓഫ് ദി എർത്ത് ആണ് അല്ലേ. ഈ പറയുന്ന ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ് ഇത് ഗ്ലോബ് എന്ന് പറയുന്നത്. ഇനി ഗ്ലോബുമായി ബന്ധപ്പെട്ട നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി, സ്പെറിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി എർത്ത് അല്ലേ, ഭൂമിയുടെ പ്രധാനപ്പെട്ട ഗോളാകൃതിയിലുള്ള ചിത്രീകരണമാണ് അല്ലേ, ആ ഗോളാകൃതിയിലുള്ളതാണ്. ഇനി അടുത്തത് നോക്കണേ, പ്രധാനമായിട്ട് പറയുന്ന ഭൂമിയെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ ഈ ഗ്ലോബ് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഗിവ്സ് എ കോംപ്രഹെൻസീവ് വിഷ്വൽ സെൻസ് ഓഫ് ദി എർത്ത് ആണ്. ഭൂമിയെക്കുറിച്ച് നമുക്ക് ഒരു സമഗ്രമായിട്ടുള്ള രൂപം എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ഭൂമി എങ്ങനെയാണ്, ചരിഞ്ഞിട്ടാണ് ഭൂമി ഉള്ളത്. ആ ചരിവൊക്കെ നിലനിർത്തിയിട്ടാണ് ഗ്ലോബ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. ഭൂമിക്ക് ഇതുപോലെ തന്നെ മോഹൻലാലിനെ പോലെയൊക്കെ ജസ്റ്റ് ഒരു ചരിവുണ്ട്, അതിങ്ങനെ ചരിഞ്ഞിട്ടാണ് ഭൂമി ഇതേപോലെ തന്നെ സ്വയം കറങ്ങുന്നുണ്ട് അല്ലേ. അതാണ് റൊട്ടേഷൻ. ആ റൊട്ടേഷൻ സമയത്ത് ഈ ചരിവുണ്ട്. അതേപോലെ തന്നെ സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്, വലം വയ്ക്കുന്നുണ്ട്
ചെയ്യുന്നുണ്ട്, അതാണ് റവല്യൂഷൻ. ആ സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ചരിവ് അല്ലെങ്കിൽ ടിൽറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഗ്ലോബ് ഉണ്ടാക്കുന്ന സമയത്തും ആ ചരിവ് നിലനിർത്തി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അത് ഇറ്റ്സ് ഗിവ് എ കോംപ്രഹെൻസീവ് വിഷ്വൽ സെൻസ് ഓഫ് ദി എർത്ത് എന്ന് പറയാൻ പറ്റില്ലേ. ഈ പറയുന്ന ഭൂമിയെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാം. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്, രേഖാംശ രേഖകൾ അതുപോലെ തന്നെ അർദ്ധവൃത്തങ്ങളായിട്ടും അക്ഷാംശ രേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും ചിത്രീകരിച്ചിരിക്കുന്നു. സോ നിങ്ങൾ നോക്ക്, ലോജിറ്റ്യൂഡ് ലൈൻസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് എ സെമി സർക്കിൾ, ലാറ്റിറ്റ്യൂഡ് ലൈൻസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് എ കോൺസെൻട്രിക് സർക്കിൾസ്. അപ്പോൾ മക്കളെ നിങ്ങൾക്കറിയാം, ഈ പറയുന്ന കുത്തനെ വരയ്ക്കുന്ന രേഖകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോഞ്ചിറ്റ്യൂഡ്സ് അതേപോലെ തന്നെ വിലങ്ങനെ വരയ്ക്കുന്നതാണ് ഇത് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡ്സ് ആണെങ്കിൽ അവിടെ പറയുന്നുണ്ട് ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് എ സെമി സർക്കിൾ അല്ലേ. ഈ പറയുന്ന രേഖാംശ രേഖകൾ എന്താണ്, ഈ സെമി സർക്കിൾസ് ആയിട്ടാണ് അല്ലെങ്കിൽ അർദ്ധവൃത്തങ്ങളായിട്ടാണ് ചെയ്യുന്നത്, ഇതേപോലെ തന്നെ ചെയ്യുന്നത് വരയ്ക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഈ പറയുന്ന ലാറ്റിറ്റ്യൂഡ്സ് ആണെങ്കിൽ അത് കേന്ദ്രീകൃത വൃത്തങ്ങളായിട്ടാണ് വരയ്ക്കുന്നത്, അത് കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ആ പോയിന്റ് എന്ത് ചെയ്യുക, മക്കൾ മനസ്സിലേക്ക് വെക്കുക. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയുമാണ് ഗ്ലോബുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഉള്ളത്. ഒരു 4 പോയിന്റ് ഉണ്ട്, മിനിമം 3 പോയിന്റ് എങ്കിലും എന്ത് ചെയ്യണം, മക്കൾ അവിടെ പഠിച്ചു വെക്കണം. അടുത്തത് മക്കൾ നമുക്ക് നോക്കാനുള്ളത് എന്താണ്, പ്രധാനമായിട്ട് ഇതിനകത്ത് വരുന്നത് മാപ്സ് ആണ്, ഈ പറഞ്ഞ ഭൂപടമാണ്. അപ്പോൾ ഭൂപടത്തിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കിയോളൂ, എന്താണ് ഈ മാപ്സ് അല്ലെങ്കിൽ ഭൂപടം. അപ്പോൾ ഭൂപടം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, പ്രധാനപ്പെട്ടുള്ള ഭൂമിയുടെ ഒരു ദൃശ്യം നമ്മൾ എന്താണ്, ഒരു പരന്ന പ്രതലത്തേക്ക്, ഒരു പ്ലെയിൻ സർഫേസിലേക്ക് വരയ്ക്കുന്നതാണ് ശരിക്കും എന്ത്, ഈ മാപ്സ് എന്ന് പറയുന്നത് അല്ലെ, ഒരു പ്ലെയിൻ സർഫേസിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റും അതുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് നോക്ക്, 2-dimensional ഇമേജ് ഓഫ് ദി എർത്ത് ആണ്. ഭൂമിയെക്കുറിച്ചുള്ള ഒരു ദ്വിമാന ദൃശ്യ ചിത്രീകരണമാണ്, അതായത് ഒരു ദ്വിമാന ദൃശ്യം ഈ പറഞ്ഞ ദ്വിമാന രൂപത്തിലാണ് ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വൺ നോക്ക്, റെപ്രസെന്റേഷൻ ഓഫ് ദി ഹോൾ വേൾഡ് ഓർ പോർഷൻ ഇറ്റ്സ് ഓൺ എ പ്ലെയിൻ സർഫേസ്. അപ്പോൾ മക്കളെ അടുത്ത നിങ്ങൾ കണ്ടത് പ്രധാനമായിട്ട് ഭൂമിയെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിലാണ് ചിത്രീകരിച്ചത്. പരന്ന പ്രതലത്തിലാണ് എന്ത് ചെയ്യുന്നത്, ചിത്രീകരിച്ചത് കേട്ടോ, ഒരു പ്ലെയിൻ സർഫേസിലാണ് അല്ലേ. ഭൂമി എന്താണോ ആ ഭൂമിയെ ഒരു പരന്ന പ്രതലത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇവിടെ തന്നെ നോക്കിയാൽ മതി, ദ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് ആർ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. നിങ്ങൾ നോക്കിയാൽ മതി, അക്ഷാംശ രേഖാംശ രേഖകൾ നേർരേഖകളായിട്ടാണ്, കുത്തനെ നേർരേഖകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അടുത്ത പോയിന്റ് എല്ലാവരും നോക്കിയോളൂ, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, നേർരേഖകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചിത്രീകരിച്ചിരുന്നത്. അക്ഷാംശ രേഖാംശ രേഖകൾ എങ്ങനെയാണ്, നേർരേഖകളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, അപ്പം നിങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഒരു നിശ്ചിത പ്രദേശത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ, അതുപോലെ യാത്രകൾക്കായിട്ടുള്ള വഴികൾ ആസൂത്രണം ചെയ്യുന്നതിന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. സോ വെരി യൂസ്ഫുൾ ഫോർ കളക്ടിങ് ഇൻഫർമേഷൻ ഓഫ് എ സ്പെസിഫിക് പ്ലേസ് ആൻഡ് പ്ലാനിങ് ഫോർ എ റൂട്ട് ഫോർ എ ട്രിപ്പ് അല്ലേ. പ്രധാനമായിട്ടും ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്ന സമയത്ത് അതിൽ പ്രധാനമായിട്ട് നമുക്ക് റൂട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വഴികൾ എന്ത് ചെയ്യാണ്, കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ, ഇത്രയും പോയിന്റുകൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളാം. അപ്പോൾ മക്കളെ എക്സാമിന് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് മാപ്സും ഗ്ലോബും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും എന്ത് ചെയ്യാണ്, ചോദിക്കുന്ന കേട്ടോ. പ്രധാനമായിട്ട് ഭൂപടവും അതേപോലെ തന്നെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഗ്ലോബും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും എന്ത് ചെയ്യാണ്, ചോദിക്കുന്നതാണ്. അപ്പോൾ നിർബന്ധമായിട്ട് മക്കൾ എന്ത് ചെയ്യണം, ഇത് പഠിച്ചു വെച്ചോളാം. ഇത് പഠിച്ചിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതങ്ങ് പഠിച്ചാൽ മതി, ഈ സാധനം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് പഠിച്ചാൽ മതി. ഇത് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്തൊരു ആക്ടിവിറ്റിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പോകുന്നത് കേട്ടോ. ആ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ്, പ്രധാനപ്പെട്ട സവിശേഷതകളാണ്, ഈ ഭൂസവിശേഷതകളാണ് ഒരു ഭാഗത്ത് കൊടുത്തത്. ഇപ്പുറത്തെ ഭാഗത്ത് കൊടുത്തത് ബി എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തത് മാപ്സ്, അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭൂപടങ്ങൾ ഏതൊക്കെ അതാണ് കൊടുത്തത്. ഇപ്പോൾ ഒരു ഭാഗത്താണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻ, ഫോറസ്റ്റ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാഡി ഫീൽഡ്, റോഡ് നെറ്റ്വർക്ക്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കൊടുത്തത്. അതായത് ഈ പറയുന്ന മഴയുടെ വിതരണം, അതുപോലെ ഫോറസ്റ്റ് ഏരിയ, വനവിസ്തൃതി, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാഡി ഫീൽഡ്സ്, ഈ പറഞ്ഞ നെൽപ്പാടങ്ങളുടെ വിതരണം, അതേപോലെ തന്നെ എന്താണ് റോഡ് നെറ്റ്വർക്ക്, റോഡ് ശൃംഖല. ഇനി ഇപ്പുറത്താണെങ്കിൽ മാപ്പായിട്ട് വന്നതോ അഗ്രികൾച്ചർ മാപ്പ്, കാർഷിക ഭൂപടം, ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്, ഗതാഗത ഭൂപടം, ക്ലൈമാറ്റിക് മാപ്പ്, കാലാവസ്ഥാ ഭൂപടം, അതുപോലെ വെജിറ്റേഷൻ മാപ്പ്, നൈസർഗിക സസ്യജാല ഭൂപടം, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് കൊടുത്തത്. അപ്പോൾ ഇതിനെ നമുക്ക് മാച്ച് ചെയ്ത് എന്ത് ചെയ്യണം, നമുക്ക് എഴുതേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ മക്കളെ, ഒരു ഭാഗത്ത് ഈ ഫീച്ചേഴ്സ്, ഇപ്പോഴത്തെ ഭാഗത്ത് ഏതാണ് മാപ്പ്, നമുക്ക് ഇത് എന്ത് ചെയ്യണം, അനുയോജ്യമാക്കി എഴുതണം. അപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ മഴയുടെ വിതരണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് എന്തായിരിക്കും, ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്കറിയാം മഴയുടെ വിതരണം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ ഭൂപടാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻ എന്ന് പറഞ്ഞാൽ ക്ലൈമാറ്റിക് മാപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഫോറസ്റ്റ് ഏരിയ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ഫോറസ്റ്റ് ഏരിയ സാർ അഗ്രികൾച്ചർ മാപ്പ് അല്ലേ, അഗ്രികൾച്ചർ മാപ്പ് അല്ല ഫോറസ്റ്റ് ഏരിയ ആണ് പല ആൾക്കാർ തെറ്റിക്കുന്നത്. ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ മക്കളെ അതെന്താണ്, വെജിറ്റേഷൻ മാപ്പാണ്, അറിഞ്ഞിരിക്കുക, അത് വെജിറ്റേഷൻ മാപ്പിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന
വനവിസ്തൃതി എന്ന് പറഞ്ഞാൽ നൈസർഗിക സസ്യജാലമാണ്. കാരണം മനുഷ്യനല്ല വനങ്ങൾ ഉണ്ടാക്കുന്നത്, പ്രകൃതിദത്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് അത് നൈസർഗിക സസ്യജാലത്തിൽ എന്ത് ചെയ്യുന്നത് ഉൾപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കണേ, നെൽപ്പാടങ്ങളുടെ വിതരണം. നെൽപ്പാടം കൃഷി മനുഷ്യനാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് അതിലേക്കാണ് കാർഷിക ഭൂപടത്തിലേക്കാണ് വരിക അല്ലേ. ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാഡി ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ മാപ്പിലാണ് വരിക. അങ്ങനെയാണെങ്കിൽ റോഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്തിനു തന്നെയാണ്, ട്രാൻസ്പോർട്ടേഷൻ മാപ്പിലാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന റോഡ് ശൃംഖല എന്ന് പറഞ്ഞാൽ ഗതാഗത ഭൂപടത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുക വരിക കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു നോക്കുക. ഇനി എനിക്ക് മക്കളോട് പറയാനുള്ള കാര്യം, ഇത്തരത്തിലേക്കൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, ഒരിക്കലും ഞാൻ ഇവിടെ ചെയ്തതുപോലെ മക്കൾ എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. കാരണം നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താകും, കൊളാക്കും. ടീച്ചേഴ്സിന് അതൊക്കെ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ ആക്സസ് ചെയ്യാനൊന്നും എന്ത് ചെയ്യുന്നില്ല, കഴിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം, ഇത് നിർബന്ധമായിട്ടും ഈ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, എഴുതണം കേട്ടോ. അപ്പോൾ ഓരോന്നും നോക്കാം, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, മാപ്സ്, അങ്ങനെ ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് തന്നെ എന്ത് ചെയ്യണം, എഴുതണം. അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻ, ഈ പറയുന്ന മഴയുടെ വിതരണം ഏതിനകത്താണ്, ക്ലൈമാറ്റിക് മാപ്പാണ് അല്ലെങ്കിൽ കാലാവസ്ഥ ഭൂപടാണ്. ഫോറസ്റ്റ് ഏരിയ, വനവിസ്തൃതി, അതെന്താണ്, വെജിറ്റേഷൻ മാപ്പാണ്, നൈസർഗിക സസ്യജാല ഭൂപടത്തിൽ വരുന്നതാണ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാഡി ഫീൽഡ്സ്, അത് നെൽപ്പാടങ്ങളുടെ വിതരണം, അതെവിടെയാണ്, ഈ പറഞ്ഞ അഗ്രികൾച്ചർ മാപ്പ് അല്ലെങ്കിൽ കാർഷിക ഭൂപടമാണ്. അതേപോലെ തന്നെ റോഡ് നെറ്റ്വർക്ക്, റോഡ് ശൃംഖല, അത് വരുന്ന ഏതാണ്, ട്രാൻസ്പോർട്ടേഷൻ മാപ്പ് അല്ലെങ്കിൽ ഗതാഗത ഭൂപടത്തിലാണ്. ഇത് ഇങ്ങനെ തന്നെ എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ ഇതേപോലെ തന്നെ എഴുതണം കേട്ടോ, നിർബന്ധമായിട്ട് എഴുതണേ. അപ്പോൾ മക്കളെ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനകത്ത് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് ഇനി ലൈവ് നടക്കാനുണ്ടല്ലോ, നമുക്ക് ഇന്ന് ലൈവ് നടക്കാനുണ്ട്. ആ ലൈവിനകത്ത് കൃത്യം 7:30 നടക്കുന്ന ലൈവിനകത്ത് എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആൾക്കാരും വരാം. കാരണം നമ്മുടെ ഈ പറഞ്ഞ സോഷ്യൽ സയൻസിൻ്റെ എല്ലാ ഫാക്കൽറ്റീസും, അമീൻ സാറും ഫൈസൽ സാറും റിമാ മിസ്സും അടക്കമുള്ള എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ മക്കൾ മാക്സിമം എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക, വരിക. അതിനകത്ത് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലും എന്താണോ ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പറയും. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ലൈവിനകത്ത് എല്ലാ ആൾക്കാരും വരിക. അപ്പോൾ മക്കളെ, എനിക്ക് പറയാനുള്ളത്, അടുത്ത വർഷം എന്ന് പറയുന്നത് 8ാം ക്ലാസ് ആണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. നമ്മൾ ഹൈസ്കൂളിലേക്ക് നമ്മൾ കയറുകയാണ്. ആ സമയത്ത് നമുക്ക് ഏറ്റവും മികച്ച റിസൾട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. ക്ലാസ്സിൽ ഒന്നാമനായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈലത്തിൻ്റെ യോദ്ധ ബാച്ച് നിങ്ങളെ കാത്തിരിക്കുന്നത്. മാക്സിമം താഴെ കാണുന്ന നമ്പറിൽ എല്ലാ ആൾക്കാരും പെട്ടെന്ന് തന്നെ വിളിക്കുക. മാക്സിമം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യുക. സോ താങ്ക് യു എവരിവൺ, താങ്ക് യു. അപ്പോൾ നമുക്ക് കാണാം മക്കളെ. സോ താങ്ക് യു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ കാണാം, ബൈ.